അപ്പോൾ മാംസം ഭക്ഷിക്കൽ അനുവാദമുള്ള മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും അത് നജസാണോ അല്ലേ എന്ന ചർച്ച അവിടെ വരാണ്. ഷാഫി മദ്ഹബിൽ അത് പൊതുവെ നജസാണ് എന്നാണ് ഒരു പ്രബലാഭിപ്രായമായിട്ട് പറയുന്നത്. എന്നാൽ അതിൽ തന്നെ വീക്ഷ വ്യത്യാസങ്ങൾ പലയിടത്തുമുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ഉസ്താദന്മാരൊന്നും ചാണകം പൈസ കൊടുത്ത് വാങ്ങൂല. കാരണം കച്ചവട വസ്തു ശുദ്ധിയായതാവണമെന്ന് നിയമമുണ്ട്. നജസായ വസ്തു വിൽക്കാൻ പാടില്ല. അപ്പം ചാണകം നജസാണ് എന്ന കൗലെടുത്താൽ പിന്നെ അല്ലേ എന്ന് ചർച്ചയിൽ പറയുന്നുണ്ട്, ന്യായമില്ല എന്ന് പറഞ്ഞു. ചാണകം അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാഷ്ടം, ചാണകമാകുമ്പോൾ കുറച്ചുകൂടി പിന്നെ ഖിലാഫ് വരും. ഖിയാസ് പറഞ്ഞല്ലോ ചാണകം നജസാണോ അല്ലേ എന്നുള്ളത് വളരെ ചർച്ച വരും. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ കാഷ്ടം ഉണക്കി അതുകൊണ്ട് അത് അടുപ്പത്ത് കിട്ടൂ, അങ്ങനെ ചൂടാക്കി, അപ്പോഴാണ് ചർച്ച വരിക. മറ്റ് മാംസം ഭക്ഷിക്കാവുന്ന മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും നജസാണോ പിന്നെ അല്ലേ എന്ന് ചർച്ചയിൽ പറയുന്നുണ്ട്. അല്ല വീക്ഷ വ്യത്യാസമുള്ള കാര്യമാണ്. ഇത് വരുന്നുണ്ട്, നജാസാത്ത് പറയുമ്പോൾ അവിടെ വരും, ബാബു നജാസാത്ത് വരും, നജസുകൾ എന്ന ബാബം നമുക്ക് വരാനുണ്ട്. അവിടെ ഏതൊക്കെയാണ് നജസായിട്ട് ഇത്തിഫാക്കുള്ളത്, ഏതൊക്കെയാണ് ഇത്തിഫാക്കില്ലാത്തത് എന്ന് വരും. അപ്പോൾ മാംസം ഭക്ഷിക്കൽ അനുവാദമുള്ള മൃഗങ്ങളുടെ കാഷ്ടവും മൂത്രവും അത് നജസാണോ അല്ലേ എന്ന ചർച്ച അവിടെ വരാണ്. ഷാഫി മദ്ഹബിൽ അത് പൊതുവെ നജസാണ് എന്നാണ് ഒരു പ്രബലാഭിപ്രായമായിട്ട് പറയുന്നത്. എന്നാൽ അതിൽ തന്നെ വീക്ഷ വ്യത്യാസങ്ങൾ പലയിടത്തുമുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ഉസ്താദന്മാരൊന്നും ചാണകം പൈസ കൊടുത്ത് വാങ്ങൂല. കാരണം കച്ചവട വസ്തു ശുദ്ധിയായതാവണമെന്ന് നിയമമുണ്ട്. നജസായ വസ്തു വിൽക്കാൻ പാടില്ല. അപ്പം ചാണകം നജസാണ് എന്ന കൗലെടുത്താൽ നജസ് വിൽക്കാനും വാങ്ങാനും പറ്റൂല. അതുകൊണ്ട് വീട്ടിൽ തെങ്ങിന് വളമിടാൻ ചാണകമൊന്നും പൊതുവെ പൈസ കൊടുത്ത് സൂക്ഷ്മമുള്ള ഉസ്താദന്മാർ വാങ്ങലില്ല. പിന്നെ ഒരു ചെയ്യലെന്ന് വെച്ചാൽ ചാണകം കൊണ്ട് വെറുതെ വാങ്ങും, എന്താ പറയുക, പൈസ കൊണ്ട് കൊടുത്തു കൊടുക്കും. ഓരോട് പറയും ചാണകം ആവശ്യമുണ്ട്, അപ്പോൾ അത് വിൽക്കാനും വാങ്ങാനും വകുപ്പില്ല, വെച്ചാൽ ചാണകം എടുക്കുക ഫ്രീ എന്നാളെ, അങ്ങനെ കുറച്ച് പൈസ ഉണ്ട് ഫ്രീ ആയി. അപ്പോൾ എത്ര തിന്ന് നോക്കിയിട്ട് അതിന് കണക്കാക്കിയിട്ട് പൈസ പിന്നെ വാങ്ങാണ്ട് ഫ്രീ കൊടുക്കും. അതെ, 100 ചാണം കൊടുത്താൽ കൊടുക്കും, അതിനുള്ള പൈസ കണക്കാക്കിയിട്ട് ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കും ചെയ്യും. കച്ചവടമല്ല, കാരണം വിൽക്കാനും വാങ്ങാനും പറ്റിയ വസ്തുവല്ല എന്നതുകൊണ്ടാണ് ആ ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. അത് ചർച്ചകളുണ്ട്, ഫിക്കയിൽ അങ്ങനെ ചർച്ചകളുണ്ട്. അതേപോലെ വിനോദോപകരണങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റുമോ, അത് വിഷയമാണ്. വിനോദോപകരണങ്ങളൊക്കെ വാങ്ങലും വിൽക്കലും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. പൂച്ചയെ വിൽക്കൽ അതേപോലൊക്കെ അതിന് വരും. പക്ഷേ നമുക്ക് വരുന്നുണ്ടൊക്കെ കഴിഞ്ഞിട്ടില്ലൊക്കെ തുടങ്ങിയിട്ടില്ലുള്ളൂ. ഇപ്പോൾ തൊഹാടത്താണ്, മരിക്കോളം പഠിച്ചാലും തീരത്തുണ്ട് ഇവിടെ. പിന്നെ അപ്പം ഈ പറയപ്പെട്ട നിലക്കാണ് തുഹൂറായ വെള്ളത്തിൽ മാറ്റം സംഭവിച്ചത് എങ്കിൽ ലം യുക്രാഹ്, അത് ഉപയോഗിക്കൽ കറാഹത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ പിന്നെ ചില വിഷയങ്ങളിൽ ഇവിടെ തന്നെ ചില വ്യത്യാസങ്ങൾ വരും. അതായത് ഈ പറഞ്ഞ ഒരു ഉദാഹരണം, മുജാവറത്തു മൈത്തത്ത്, ശവം ഇതിൻ്റെ സമീപത്ത് കിടക്കുക എന്നതുകൊണ്ട്. അപ്പോൾ അവിടെ ചില സൂക്ഷ്മതകൾ ചിലതൊക്കെ പാലിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ നിറവും രുചിയൊക്കെ വ്യത്യാസം വന്നാൽ അപ്പോൾ ഈ ശവത്തിന് എന്തെങ്കിലും അംശം വെള്ളത്തേക്ക് ചേർന്നു എന്നതിനുള്ള ഒരു അടയാളമായി കണക്കാക്കിക്കൂടെ? അതുകൊണ്ട് അത് അങ്ങനെ ഈ രൂപത്തിൽ പറയാൻ പറ്റുമോ? അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് അതല്ലാത്ത വെള്ളം ഉണ്ടെങ്കിൽ അല്ലാത്ത വെള്ളം ഉപയോഗിക്കലാണ് നല്ലത് എന്നൊക്കെ ചർച്ചകളോ. അത് ഇതിന് മാത്രമേ, ഇത് റഫ്ഉൽ ഹദസ് ഇസാലത്തുൻ നജസ്, അതിന് മാത്രമേ പറഞ്ഞൊക്കെ. ഒന്ന് അശുദ്ധിയെ ഉയർത്തുക, നജസിനെ നീക്കം ചെയ്യുക, അതിന് മാത്രമാണ്. അല്ലാത്തൊന്നും ഇത് ബാധകമല്ല. ജുമായ്ക്ക് കുളിക്കാതെ വിഷയമല്ല, അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകുന്ന വിഷയമല്ല, ചായ ഉണ്ടാക്കാൻ വിഷയമല്ല, തുണിക്കുപ്പായ തിരുമാൻ വിഷയം, അതൊന്നുമില്ല. അശുദ്ധിയെ ഉയർത്തുവാനും നജസിനെ നീക്കുവാനും അത് ഉപയോഗിക്കാം. ശറഈയായി അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നത് മാത്രമാണ് അതിലുള്ള ചർച്ച. രണ്ടും വുദൂവിൽ ഒന്നാമത്തെ കഴുകൽ വാജിബ്, രണ്ടാമത്തെ മുതൽ കഴുകൽ സുന്നത്ത്. അപ്പോൾ അവിടെ റഫ്ഉൽ ഹദസ് ഇല്ല. വുദൂലുള്ള ഒരാൾ വീണ്ടും മുതലെടുക്കുകയാണെങ്കിൽ അയാൾ എല്ലാ കഴുകലും സുന്നത്ത്, റഫ്ഉൽ ഹദസ് ഇല്ല. അപ്പോൾ വുദൂ പുതുക്കാൻ ഈ വെള്ളം പറ്റും. അസ്ലിയായ വുദൂവിന് തന്നെ ഒന്നാമത്തിന് ഉപയോഗിക്കാതെ രണ്ടാമത്തെ കഴുകലിൽ വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ ഈ അഭിപ്രായങ്ങളും ഇല്ല. അപ്പം ഇതൊക്കെ സൂക്ഷ്മയുടെ ഭാഗമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, നജസല്ലെങ്കിൽ പരിധിയില്ലല്ലോ. പ്രശ്നമില്ല, മത്സ്യം അനുവദനീയമാണ്. ഇത് നബി തങ്ങൾ പറഞ്ഞു. കടൽ വെള്ളം തുഹൂറാണ്, അതിൽ ശവം
ശുദ്ധമാണ്, ഹലാലാണ്. ഒരു ഹില്ലു മൈത്തത്തുഹു, കടലിലെ ശവം എന്ന് പറഞ്ഞാൽ മത്സ്യം. കടലിലെ ശവം പല ശവം ഉണ്ടാവും, പക്ഷെ കടലിലെ ശവം എന്ന് പറഞ്ഞാൽ മത്സ്യം. എന്നാൽ ആ പ്രയോഗം വെച്ചുകൊണ്ട് കടലിൽ ഏത് ശവവും തിന്നാം എന്ന് പറഞ്ഞവരുണ്ട്. മത്സ്യം തന്നെ ആയിക്കോളുന്നില്ല. കടലിൽ നിന്ന് കിട്ടുന്ന ഇപ്പം ഇബ്നു ഉസൈമിനൊക്കെ മത്സ്യകന്യക വരെ ആ ഗണത്തിൽ വരുന്നവരുണ്ട്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, മത്സ്യകന്യക എന്ന് പറയുന്ന പകുതി മനുഷ്യനും ബാക്കി മത്സ്യവുമായി ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ, അതുവരെ ഉള്ളതാണെങ്കിൽ, കാരണം ഒരു ഹില്ലു മൈത്തത്തുഹു എന്ന് നബി പറഞ്ഞത്, കടലിലെ ശവം അനുവദനീയമാകുന്നു. അപ്പം കടലിൽ ജീവിക്കുന്ന വസ്തു അതിൽ ചത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തിന്നാം. പുറത്തുള്ള ഒരാൾ വെള്ളത്തിൽ പോയി ചത്താനില്ല, അത് വിട്ടുന്ന മനുഷ്യൻ വെള്ളത്തിൽ വീണ് മരിച്ചു, അതിനെ തിന്നാ എന്ന് പറയാൻ പറ്റൂല. അത് കടലിലെ ജീവിയല്ല. കടലിൽ ജീവിക്കുന്ന ഏത് ജീവിയും അത് ചത്താൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിന്റെ പൊതു അർത്ഥപ്രകാരം കിട്ടുമെന്നാണ്. കാരണം ഇനി അത് പറ്റില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേറെ വേണം. അത് കടലിലും ജീവിക്കണമെന്നാണ് ചർച്ച വരുന്നത്. കടലിൽ മാത്രം ജീവിക്കുന്നതല്ല, കടലിലും കരയിലും ഒരേപോലെ ജീവിക്കുമ്പോഴാണ് അത്തരം ചില ജീവികളുടെ കാര്യത്തിൽ ആമ, ഞണ്ട്, അതിലൊക്കെ ചർച്ചകൾ വരാൻ കാരണം അതുകൊണ്ടാണ്. നമുക്ക് വരും, അത്രയും വരും. ഭക്ഷണം എന്ന വകുപ്പ് വരാണ്ട് അവിടെ അതൊക്കെ ഉണ്ടാവും, എല്ലാം വരും, ഒന്നും വരാക്കൂല. നജസല്ല നമ്മൾ തിന്നു വെച്ചാൽ പറഞ്ഞ കാര്യം, പക്ഷേ നജസല്ല. ഏതായിരുന്നാലും കടൽ ജീവികൾ അല്ലെങ്കിൽ കടൽ മത്സ്യങ്ങൾ അത് ചത്തത് തൊഹൂറാണ്. അതുകൊണ്ടാണ് ചത്ത മത്സ്യം കഴിക്കാൻ പറ്റുന്നത്. ഖുർആന്റെ പ്രയോഗപ്രകാരം ചത്ത മത്സ്യം പറ്റൂല. ഹുരിമത്തലൈക്കുൽ മൈത്തത്തു, ശവം നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഏത് ശവം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഖുർആന്റെ ബാഹ്യാർത്ഥ പ്രകാരം എല്ലാ ശവങ്ങളും ഹറാമാണ്. ഹദീസ് എടുക്കാത്ത ഒരാൾക്ക് മത്സ്യം കഴിക്കാൻ വകുപ്പില്ല. ഹദീസ് നിഷേധിയാണോ ഒരു മത്സ്യം കഴിക്കാൻ പറ്റില്ല. കാരണം ഖുർആൻ മാത്രമേ എടുക്കുള്ളൂ. ഖുർആൻ പറഞ്ഞത് ശവം ഹറാം, അതുകൊണ്ട് ഒരു ശവവും കഴിക്കാൻ പറ്റൂല. ഇനി ഏറി വന്നാൽ മത്സ്യത്തെ ജീവനോടെ പിടിച്ച് അറുത്തിട്ട് വേണമെങ്കിൽ ഒരു കഴിക്കാം. ഹദീസ് നിഷേധിയാണോ അവനെ മാർക്കറ്റ് കണ്ട അപ്പം പിടിക്കാം. ഇവിടേക്ക് വരാൻ പാടില്ല, ഇത് വാങ്ങാൻ പാടില്ല, ഇത് ഖുർആൻ പ്രകാരം ഇത് കഴിക്കാൻ പാടില്ലാത്തതല്ലേ എന്ന് അത്രക്കോട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഓലിപ്പോൾ ഒപ്പിക്കണ് ഖുർആനിലുണ്ട്, പിന്നെ കടലിലെ വേട്ട അനുവദനീയമാകുന്നു എന്ന് ഖുർആനിലുണ്ടെന്ന് പറയാം. അത് കടലിലെ വേട്ടയാണ്, കടലിലെ ശവമല്ല. കടലിലെ വേട്ടയാണ് അനുമതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശവമല്ല. അതന്നെ ഇഹ്റാമിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇഹ്റാം ചെയ്യുന്ന വിഷയത്തിൽ വേട്ടയാടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കടലിലെ വേട്ട പറ്റും എന്ന് പറഞ്ഞത്. ഇഹ്റാമിലെ ആൾ വേട്ടയാടാൻ പാടില്ല. അപ്പം ചില സ്വഹാബിക സംശയം, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മത്സ്യം പിടിക്കാൻ പറ്റുമോ? ഇഹ്റാമിലുള്ള ഒരാൾക്ക് മത്സ്യം പിടിക്കാൻ പറ്റുമോ? കാരണം അതൊരു വേട്ടയാണല്ലോ. അപ്പം അതിന് പ്രശ്നമില്ല, നിങ്ങൾക്ക് കടലിലെ വേട്ട അനുവദനീയമാണ്. അപ്പം ഇഹ്റാമിലേക്ക് ഒരാൾക്ക് മത്സ്യം പിടിക്കാൻ പോയാൽ അത് ഇഹ്റാമിന് വിഘാതമല്ല എന്നേ അവിടെ ഉദ്ദേശമുള്ളൂ, അല്ലാതെ ഈ മൊത്തം മസ്ല പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള കാരണങ്ങളാൽ തൊഹൂറായ വെള്ളത്തിൽ വല്ല മാറ്റവും സംഭവിച്ചാൽ ലം യുക്റഹ്, ആ വെള്ളം ഉപയോഗിക്കൽ കറാഹത്തില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക.